सरकार तुझे नेशनल कांग्रेस जिंदाबाद नेशनल कांग्रेस जिंदाबाद തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്നതിന് ഇറക്കിയ സർക്കാർ ഉത്തരവ് KPCC നിർദ്ദേശപ്രകാരം കത്തിച്ചുകൊണ്ട് തലശ്ശേരി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരം അല്ലെങ്കിൽ കേന്ദ്ര വിരുദ്ധ സമരം, ഇപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM അതിന്റെ ട്രേഡ് യൂണിയനുകൾ. അതിന്റെ നേതാവ് കയ്യിൽ തന്നെ മുതലാളിയാണ്. അദ്ദേഹം CET എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ വിഭാഗമാണ്. പക്ഷേ അദ്ദേഹം തൊഴിലാളികളുടെ നേതാവല്ല. അദ്ദേഹത്തെ കോഴിക്കോട് പരക്കെ അറിയപ്പെടുന്നത് ഒരു വലിയ മുതലാളിയായിട്ടാണ്. അദ്ദേഹം മുതലാളികളുടെ ഉത്തമ സുഹൃത്തായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതാണ് അദ്ദേഹം മത്സരിച്ചാൽ അവരെ ജയിക്കാത്തത്. അവിടുത്തെ തൊഴിലാളികളാണ് MK രാഘവന് വോട്ട് ചെയ്യുന്നത്. അവിടുത്തെ CET ഉൾപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാവായ MK രാഘവൻ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കോഴിക്കോട് MK രാഘവൻ വീണ്ടും MP ആയി ജയിക്കുന്നത്. അപ്പോൾ കരീബിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് കരീബിന്റെ വാക്കുകൾ തള്ളിക്കൊണ്ട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ ദിനം പ്രതി ആശാ വർക്കർമാരുടെ എണ്ണം സമരത്തിന്റെ പന്തലിൽ പെരുകിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഉയർന്നു വരുന്ന ആ ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സംഘടിത ശക്തി നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സമരത്തിൽ കൂടുതൽ ആളുകൾ വരുന്നു. അതിന്റെ പിന്തുണയുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശാ വർക്കർമാരും മറ്റ് സംഘടനകളിൽ സമരരംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കരി നിയമവുമായി പിണറായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ചടങ്ങിൽ EK പവിത്രരാജ് അധ്യക്ഷത വഹിച്ചു. PV രാധാകൃഷ്ണൻ, A ഷർമിള, M നസീർ, K രമേശൻ, ഉച്ചുമ്മൽ ശശി, MB സതീശൻ, PO മുഹമ്മദ് റാഫി ഹാജി, ഹോ ആരിസ് എന്നിവർ സംസാരിച്ചു. MB സുധീർ ബാബു, PC മോഹനൻ, M അനൂപ്, KK രാമചന്ദ്രൻ, തച്ചോളി അനിൽ എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര ന്യൂസ് തലശ്ശേരി.